കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഉഡായിപ്പ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ടെക് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി. ഞാൻ എൻ്റെ FYPയിൽ വന്ന 1-2 പേരെ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ഇവർ മാത്രമല്ല MCU ഒക്കെ പോലെ, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ പോലെ ഈ ഉഡായിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ടെക്കീസ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കുറേ ഫേക്ക് ഗെയിംസിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ കുറേ മണി ഏണിങ് ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിമ്പിൾ, ഇവർക്ക് ഫോളോവേഴ്സിനെ കിട്ടാനാണ്. ഫോർ എക്സാമ്പിൾ, ഇവരൊരു GTA 6 അല്ലെങ്കിൽ ഏതെങ്കിലും PC-യിലുള്ള ഗെയിമിൻ്റെ വിഷ്വൽ കാണിച്ചിട്ട് പറയും കിട്ടുക്കാച്ച് ഗെയിമാണ് മച്ചാമാർ, നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാം, 2 GB RAM ആയാലും മതി എന്ന് പറയും. എന്നിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്ത് അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ അവർ ലിങ്ക് എടുത്ത് അയച്ചത് നമ്മൾ അവരുടെ ആപ്പ് എടുത്ത് നോക്കുമ്പം ചിലപ്പോൾ അത് ഹിൽ ക്ലൈംബ് റേസിങ്ങിൻ്റെ ലിങ്ക് ആയിരിക്കും അവരെടുത്ത് നമുക്ക് അയച്ചു തരും. സോ അങ്ങനത്തെ ഉഡായിപ്പുകളാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇങ്ങനത്തെ 1-2 അക്കൗണ്ടുകൾ മാത്രമല്ല, ഇഷ്ടം പോലത്തെ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ടെക് ടീം ഗീക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഈ ഉഡായിപ്പ് ടെക്കുകളുടെ ഒരു അവഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവന്മാരെല്ലാം അതിൻ്റെ അകത്ത് കൊളാബ് ചെയ്ത് പോസ്റ്റുകളിടും. എല്ലാ ഉഡായിപ്പുകളും ആ അക്കൗണ്ടിൽ കിട്ടാറുണ്ട്. ഇവരെ ഞാൻ കംപ്ലീറ്റ്ലി ഉഡായിപ്പെന്ന് പറയുന്നില്ല, കാരണം ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാറുണ്ട്. എക്സാമ്പിൾ, ചില മോഡഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആവാനായിരിക്കും ചാൻസ്. ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്തെന്ന് നോക്കിയിട്ട് പറയല്ല. ബട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ അട്ടർ നോൺസെൻസ് ആണ്, വെറും ട്രാഷാണ്. സോ അതെന്തിനെയൊക്കെ പറ്റിയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത്, നിങ്ങൾ റീൽസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ലാഗ് അടിക്കാറുണ്ട്. ഞാൻ തരുന്ന ഒരു സീക്രട്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സിം ആയിരുന്നാലും നിങ്ങളുടെ റേഞ്ച് കൂട്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവൻ പറയുന്നതെന്ന് ഇപ്പം പറയുന്ന സീക്രട്ട് ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഏത് സിമ്മിൻ്റെ ആയാലും റേഞ്ച് ഭയങ്കരമായിട്ട് കൂട്ടാമെന്നാണ് പറയുന്നത്. സോ ഒബിയസ്ലി ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ ഫോളോ ചെയ്ത് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ലിങ്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ നേരെ പോയത് 1.1 എന്ന് പറയുന്ന ഒരു ആപ്പിലോട്ടാണ്. ഇതൊരു VPN ആപ്പാണ്. ഈ ആപ്പ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു VPN ആപ്പാണ്. ഞാനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ആൻഡ് VPN എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, അത് ഇന്റർനെറ്റിൽ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. സോ VPN എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. സോ അത് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് VPN. അപ്പോൾ നമ്മൾ അതിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും സ്പീഡ് കുറവായിരിക്കും. ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്ക്രീൻഷോട്ട്സ് കാണിക്കാം. ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഈ VPNൽ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്പീഡ് ടെസ്റ്റ് എടുത്ത് നോക്കി 2 പ്രാവശ്യം. ആദ്യത്തേതെന്ന് പറയുമ്പോഴത്തേക്കും VPN കണക്ട് ചെയ്തതിന് മുമ്പുള്ള സ്പീഡും അതിന് ശേഷമുള്ളത് VPN കണക്ട് ചെയ്തതിന് ശേഷമുള്ള സ്പീഡുമാണ്. അതിൽ നിങ്ങൾക്ക് 10 MB/s വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി അവൻ എന്ത് തേങ്ങയാണ് ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുമെന്ന്? ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആയാലും നിങ്ങളുടെ ഓഡിയൻസിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബുദ്ധിയുള്ളവരും ഉണ്ട്, എല്ലാവരും മണ്ടന്മാരൊന്നുമല്ല ബ്രോ. നമ്മളും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ഇങ്ങനത്തുള്ള ഉഡായിപ്പുകൾ കാണിച്ച് എന്തിനാണ് നിങ്ങൾ ഫോളോവേഴ്സ് കൂട്ടുന്നത്? ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ ഒരു ആവശ്യം വരത്തില്ല. ഞാൻ തരുന്ന ഒരു പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ ഉള്ള ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ പ്ലേ സ്റ്റോർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവന്മാർ കുറേ നാളായിട്ട് ഒരു ഫേക്ക് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് പൈസയൊക്കെ ഉള്ള ബാലൻസ് ഒക്കെ ഉള്ള പ്ലേ സ്റ്റോറുമായിട്ട് നടക്കുകയാണെന്ന്. ഇത്തവണ എനിക്ക് ആ ലിങ്ക് കിട്ടി. ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു പഴയ വെർഷനാണ് ഇവർ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 13 to 15 വർക്ക് ചെയ്യത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ ഇൻസ്റ്റാൾ പോലും ആവത്തില്ല. അങ്ങനത്തെ ഒരു സൈസിൽ കിടക്കുന്ന ഒരു APK ആണിത്. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയാണ്. അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവമാണ് ഈ പ്ലേ സർവീസസ്, ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡ് ചെയ്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണിയൊന്നും ആക്കാൻ പറ്റത്തില്ല. അവിടെ അതായത് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആരും മണ്ടന്മാരൊന്നുമില്ല. നിങ്ങൾ അത് ചിന്തിച്ചാൽ മാത്രം മതി. ഇവന്മാർ ഈ പറയുന്ന പൊട്ടത്തരങ്ങളൊന്നും കേട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി ഫോളോ ചെയ്ത് ഇവന്മാർക്ക് ഫോളോവേഴ്സ് ഒന്നും കൂട്ടരുത്. ഓക്കെ, ഇതേപോലെ ആംസ്റ്റാർ കോമ്പാക്റ്റിൽ ടാപ്പ് ചെയ്ത് മടുത്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് സ്പിൻ ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ. അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് അല്ല, കോപ്പ്. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റിനേക്കാളും സ്നേഹമാണ് നമ്മുടെ അടുത്ത്. കാരണം ഇവിടെ അൺഎംപ്ലോയ്ഡ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ അവർക്കെല്ലാം വെറുതെ സ്പിൻ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള വിദ്യയാണ് ഇവൻ പറഞ്ഞിരുന്നത്. നാളെ തൊട്ട് ആരും പണിക്ക് പോകണ്ട. ഇവൻ പറയുന്നതാണെങ്കിൽ സ്പിൻ ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മതി. സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം, അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വരരുത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ സാധാരണ ഇവരുടെ ലിങ്ക് ചോദിച്ച് ലിങ്കിൻ്റെ അകത്ത് കയറിയാലാണ് പറ്റിക്കുന്നത്. ഇവ എന്നെ ആദ്യമേ പറ്റിച്ച് ഞാൻ അവനെ ഫോളോ ആയിട്ട് ലിങ്ക് വെച്ചിട്ട് ഇവ അതുപോലും തന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റിയില്ല. ബട്ട് അറിയാമല്ലേ, ചുമ്മാ സ്പിൻ ചെയ്ത് ആരെങ്കിലും പൈസ തരുമോ? ചുമ്മാ നിങ്ങൾക്ക് വെറുതെ ആരെങ്കിലും പൈസ തരുമോ? അവൻ പറഞ്ഞാൽ സ്പിൻ ചെയ്താൽ മതി പൈസ തരുമെന്നാണ്. ഇത് സ്പിൻ ചെയ്താൽ എങ്ങനെ പൈസ കിട്ടും, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ് സ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. രാവിലെ എണീച്ചിരുന്ന് കറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നീ പറയുന്ന കേട്ടോണ്ട്. ഓക്കെ, ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ GTA 6 നമുക്ക് ആൻഡ്രോയിഡ് കളിക്കുന്നതാണ്. ചിൽ ബ്രോ,
GTA 6 ഇതുവരെ കൺസോൾസിനും റിലീസായിട്ടില്ല, PC-ക്ക് ഒരു റിലീസ് ഡേറ്റ് പോലും വന്നിട്ടില്ല. അതിന് മുമ്പ് വരുന്നത് ആൻഡ്രോയിഡിലോട്ട് കളിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേസ് ഇതൊരു ക്രോസ് ഓവർ എപ്പിസോഡാണ്. ഇതിൽ സ്പൈഡർമാനും അയൺമാനും ഒക്കെ വരുന്നുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ GTA 5-നേക്കാളും ഹൈ ഗ്രാഫിക്സുള്ള ഗെയിമാണ്, നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റുമെന്ന്. എനിവേ ഞാൻ അതിൻ്റെ ലിങ്ക് ചോദിച്ച് വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം ബോട്ടിലോട്ടാണ് പോകുന്നത്. ഇതൊരു മണി മേക്കിംഗ് ടെലിഗ്രാം ബോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാരിപ്പോൾ ഫേക്ക് വീഡിയോസ് ഇട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്ന, ആളുകളെ പറ്റിച്ച് പൈസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ആൻഡ് ചെയ്യണമെന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇതൊക്കെ പക്ക ഉടായ്പാണ്. നിങ്ങൾ എത്ര റെഫർ ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വിത്ഡ്രോയിലും കിട്ടാൻ പോകുന്നില്ല, ഞാൻ ഗ്യാരണ്ടി. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ടാസ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പൈസ വന്നാണ് 20 രൂപ 40 രൂപ 50 രൂപയൊക്കെ വന്നതാണ്. ബട്ട് അത് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അവരൊന്നുമില്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ വെച്ചേക്കുന്ന കണ്ടീഷൻ ചിലപ്പോൾ ഇത്ര പൈസ എത്തണമെന്നായിരിക്കും. ആ പൈസ ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും എറർ കാണിച്ച് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അതിൽ നിന്ന്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സിറ്റുവേഷൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയുടെ പിൻഡ് കമൻറ്റ് സെക്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതേ ഒരു സംഭവം തന്നെയാണ് അവന്മാർ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇവന്മാരിപ്പോൾ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇപ്പം ഏതെങ്കിലും കൊച്ചു കുട്ടികൾ GTA 5 ഒന്നും കളിക്കാൻ സിസ്റ്റം ഇല്ലാതിരിക്കുന്നവർ ഇത് ഇവരുടെ റീല് വേണ്ടി ഇതിൽ പോയി ഞെക്കി ഇതൊക്കെ ചിലപ്പോൾ ചെയ്യും. അതുവഴി ഇവർക്ക് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോട്ട് ഇവരുടെ അടുത്ത് പറയും ഇത്ര റെഫർ ചെയ്താൽ നിങ്ങൾക്കും പൈസ കിട്ടും. അപ്പോൾ ഇവർക്ക് ഇത്രയും ആളുകളില്ലേ, അതായത് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ അത് കുറച്ച് പേരെങ്കിലും പോയി ചേരുമ്പം ഇവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലാതെ ഗെയിം കിട്ടാൻ പോകുന്നില്ല, ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഗ്രാഫിക്സ് ഉള്ള മൊബൈൽ ഗെയിംസൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് അൺഷുവറാണ്. കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഗ്രാഫിക്സ് സിസ്റ്റം നമ്മളുടെ മൊബൈലിൽ കൊണ്ടുവരാൻ പാടാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് നമുക്ക് മൊബൈലിൽ കളിക്കാമെന്നൊക്കെ ഇവന്മാർ ക്ലെയിം ചെയ്യും. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതുവരെ അത്രയും വലിയ ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ മൊബൈലിന് എത്രത്തോളം കേപ്പബിൾ ആണെന്ന് ഗ്രാഫിക്സ് റൺ ചെയ്യാൻ. ഓക്കെ, കുറച്ച് PC ഗെയിംസൊക്കെ മൊബൈലിലും കൂടി റൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും GTA 6ഉം GTA 5 ഒന്നും നമുക്ക് മൊബൈൽ ത്രൂ ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റില്ല. മറ്റേ ഹാൻഡ് ഹെൽഡ് കൺസോൾസ് ഒക്കെ ഉണ്ട്, അതൊരു ക്ലൗഡ് ഗെയിമിംഗ് വഴി പറ്റത്തേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ഇവന്മാർ പറയുന്ന വിശ്വസിച്ച് പോയി കണ്ട ടെലിഗ്രാം ബോട്ടിലൊന്നും കയറി ജോയിൻ ചെയ്ത് റെഫർ ആൻഡ് ചെയ്യണം പരിപാടിയിലൊന്നും കയറില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു ലിങ്കും കിട്ടാൻ പോകുന്നില്ല. എനിക്കറിയത്തില്ല ഇവന്മാർ ഫോളോവേഴ്സിനെ മാത്രം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ആളുകളെ പറ്റിച്ച് വെറുതെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാം ആണെന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഇവരെ ഫുള്ളാക്കും ആപ്പ്. അതായത് ഇത്ര പൈസ ആയാലും നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് അതിലെഴുതി കാണിക്കും. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ റെഫറൽ കൊടുത്തുകൊണ്ടിരിക്കും. അവസാനം ഇവന്മാർക്കും പൈസ കിട്ടത്തില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക്. ഇവർ നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല രീതിക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻസ് ഇവർക്ക് ചെയ്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത് ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം മണ്ടന്മാരാക്കിയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് കിട്ടുമോ അത് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് ചേർന്നിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല ലാസ്റ്റ്. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇതേപോലുള്ള ട്രാഷ് കണ്ടൻസ് ഒന്നും കൺസ്യൂം ചെയ്ത് ഇവർ പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക. ഇവരുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് മാത്രമല്ല, ഞാൻ ഇവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തപ്പോൾ മാക്സിമം ഇവർ ആൾക്കാരെ ജോയിൻ ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു പ്രൂഫ് കാണിച്ചു തരാം. എത്ര പെട്ടെന്നാണോ ഈ ഗ്രൂപ്പിൽ കയറുന്നത് അത്രയും പെട്ടെന്ന് ഈ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള പൈസ അത്രയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു ലിങ്ക് തൊട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ചാനൽസ് അതിന് കണ്ടല്ലോ. ഇത് കണക്ക് ഒരുപാട് ടെലിഗ്രാം ബോട്ടുകളുടെ ലിങ്ക് ഇവരുടെ ചാനൽസിലുണ്ട്. ഇതിലൊന്നും ചേർന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ഞാൻ പിന്നെയും പറയണം, ആരും ഇതിലൊന്നും പോയി കയറി വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. സോ ഇനി ഇവരുടെ പേജിൽ ഒരുപാട് ഉടായ്പകളുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പെട്ടെന്ന് കൂട്ടാമെന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ഒരു ബോട്ടിൻ്റെ അത് നിങ്ങളുടെ അക്കൗണ്ട് കൊടുത്താൽ ലൈക്സും ഫോളോവേഴ്സും കിട്ടുമെന്ന്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊന്നും ഫോളോവേഴ്സ് കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ അക്കൗണ്ടിനെ റീച്ച് അവിടെ തീർന്ന് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവത്തില്ല. അപ്പോൾ നിങ്ങളൊരു കരിയർ അതുവഴിയൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്മാരിങ്ങനെ ആളുകളെ പറ്റിച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇവന്മാരിത് നിർത്തുന്നുണ്ടെന്ന്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് VSA ഓഡിയൻസ് ഒരു തീരുമാനം എടുക്കുക. ഇതേപോലുള്ള ട്രാഷ് കണ്ടൻസ് പോയി കൺസ്യൂം ചെയ്യാതിരിക്കുക. ഇവർ പറയുന്നതൊന്നും കേൾക്കാതിരിക്കുക. അപ്പോൾ ഇവർ തനിയെ നിർത്തി പൊയ്ക്കോളും. അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, നല്ല റീച്ച് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇവരുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് എനിക്ക് ടെക്കി എന്ന് പറഞ്ഞ് പേരിട്ട് വെറും പോക്കൃത്തരം കാണിക്കാതിരുന്നാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേ സേഫ് കേസ്. ഇനി എനിക്ക് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞാനിതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ഇത്രയും ആളുകൾ ഈ മണ്ടത്തരം കേട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. നേരത്തേതോടെ തന്നെ ഞാൻ നിർത്താൻ വിചാരിച്ചാണ്. ബട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനത്തെ
അക്കൗണ്ട്സ് കണ്ട് ആൻഡ് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വിശ്വസിച്ച് താഴെ കമൻറ്റ് ചെയ്യുന്നുമുണ്ട് ലിങ്ക് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടായിരുന്നു ഇതേപോലുള്ള ഉടായ്പ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ പറ്റി ഇനിയും വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇഷ്ടമാവും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ പീസ്.